സ്വാഗതം. സായന്ന ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശങ്ങളാണ് താങ്കളിലേക്ക് വരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഏഞ്ചൽസും ആൻസസ്റ്റേഴ്സും തരുന്ന 2 സന്ദേശങ്ങളാണ്. ഇത് കൂടാതെ നമുക്കൊരു എക്സ്ട്രാ സ്പെഷ്യൽ സന്ദേശം കൂടി ഈ കാർഡുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 കാർഡുകളിൽ എന്ത് സന്ദേശമാണ് നമുക്ക് വരുന്നത് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാർഡ്, ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്ന സന്ദേശം ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്ന കാർഡാണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടൊരു കാർഡാണ്. ഈ കാർഡ് പൊതുവെ വരുമ്പോൾ നമ്മൾ പറയാറുള്ളത് ഒരുപാട് സീക്രട്ട് നോളജുള്ള ഒരു വ്യക്തിക്ക് ഈ കാർഡ് കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ വ്യക്തിയുടെ മുന്നിൽ ഒരു കറുത്ത പൂച്ച ഇരിക്കുന്നതാണ്. കറുത്ത പൂച്ച എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സങ്കല്പത്തിൽ വളരെ മാജിക്കലായിട്ടുള്ള കാറ്റാണ്. നമ്മുടെ സങ്കല്പത്തിൽ നെഗറ്റീവ് ഇതുണ്ടെങ്കിലും ഒരാളുടെ ഉള്ളിലെ മാജിക്ക് പുറത്തു വരുന്ന ഒരു സമയത്തേ ഇത് വരുള്ളൂ. അപ്പോൾ ഈ കാർഡ് വരുമ്പോൾ പൊതുവെ നമ്മൾ പറയാറുള്ളത് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ശക്തമായിട്ടൊരു സീക്രട്ട് പവറുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. പൊതുവേ നിങ്ങൾക്കറിയാം, എങ്ങനെയാണോ ഹനുമാൻ ലങ്ക ദഹനത്തിന് മുമ്പ് തൻ്റെ ഉള്ളിൽ പറക്കാനുള്ള കഴിവില്ല എന്നറിഞ്ഞതുപോലെ താങ്കളുടെ ഉള്ളിലും ഒരു കഴിവുണ്ട്. ഈ കാർഡ് പറയുന്നത് താങ്കൾ ഹനുമാനാവാനല്ല, താങ്കളുടെ ഉള്ളിൽ ആ കഴിവ് കണ്ടെത്താനായി ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ താങ്കൾ സൂപ്പർ ഹ്യൂമനായി മാറും. ഇതാണ് ഏഞ്ചൽസ് താങ്കൾക്ക് തരുന്ന ആദ്യ സന്ദേശം. രണ്ടാം സന്ദേശം എന്താണ് അവർ തരുന്നത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആനിമൽ ഗാർഡിയൻ എന്ന് പറയുന്ന കാർഡാണ്. അതും സമാനമായിട്ടുള്ള കാർഡ് തന്നെയാണ്. ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്ക്ട്സ് എന്ന് പറയുന്ന കാർഡാണ്. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ ചിന്തകളൊന്നും കൂടാതെ പെട്ടെന്ന് പ്രവർത്തിക്കുന്നതിനാണ് ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് ബിഹേവ് ചെയ്യുക എന്ന് പറയുക. മറ്റൊരു ചിന്തയില്ല, നമുക്ക് ശരി തോന്നുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു. അതിന് വേണ്ടി ലോജിക്കൊന്നും ഉണ്ടാവില്ല. ഈ ഒരു സമയത്ത് താങ്കളുടെ ഇൻസ്റ്റിങ്ക്റ്റിനെ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്താണോ താങ്കളുടെ ആന്തരിക ശബ്ദം പറയുന്നത് അതുപോലെ പ്രവർത്തിക്കാനാണ് പറയുന്നത്. ഇത് രണ്ടും കൂടാതെ നമുക്കൊരു മൂന്നാമതൊരു മെസ്സേജ് ഉണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ആ കാർഡ് ടെലിപ്പതി എന്ന് പറയുന്നൊരു കാർഡാണ്. ടെലിപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു വ്യക്തിയോട് ആ വ്യക്തിയെ കാണാതെ തന്നെ മനസ്സിലൂടെ സംസാരിക്കാനുള്ള കഴിവാണ്. അതായത് ആ വ്യക്തിയുടെ ഇതിൽ മാറ്റം വരുത്താനുള്ള ഒരു കഴിവാണ്. ടെലിപ്പതി എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ ക്ലിയർ യുവർ മൈൻഡ് ടു ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് യുവർ മെസ്സേജസ് എന്നുള്ളതാണ്. ഇത് മനസ്സ് നമ്മളെങ്ങനെയാണോ ഒരു ബ്ലാക്ക് ബോർഡ് തുടയ്ക്കുന്നത്, അതേപോലെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് മെസ്സേജ് റിസീവ് ചെയ്യാനും കൊടുക്കാനും പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 കാർഡുകൾ വെച്ച് നോക്കുമ്പോൾ താങ്കളുടെ ഉള്ളിലെ ആ സീക്രട്ട് നോളജ് എന്ന് പറയുന്നത് ഇന്ന് ടെലിപ്പതി തന്നെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് ആരെങ്കിലും ആശയവിനിമയം നടത്തണം, അവരുമായിട്ട് കുറേ നാളായിട്ട് കഴിയുന്നില്ലെങ്കിൽ മനസ്സ് ക്ലീൻ ചെയ്യുക, ഡീപ്പ് ബ്രീത്ത് ചെയ്യുക, റിലീസ് ചെയ്യുക. അതിനുശേഷം ആ വ്യക്തിനെയോ ആ ഇതോ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് നഷ്ടപ്പെട്ടു പോയൊരു വസ്തു വരെ ആവാം. ഉദാഹരണത്തിന് ഇപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയെങ്കിൽ യൂണിവേഴ്സ് എവിടെയാണത് എനിക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്നതാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നില്ല, ക്ലോഡ് ബ്രസ്റ്റൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ദ മാജിക് ഓഫ് ബിലീവിങ് എന്ന ബുക്കിൽ പറയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവർ താങ്കളിൽ നിന്ന് അറിയിക്കുന്നത്, ഏഞ്ചൽസും ആൻസസ്റ്റേഴ്സും. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.